നമസ്കാരം. സണ്ണി കപികാട് പ്രേക്ഷകർക്കെല്ലാം പരിചിതനാണ്. ക്രിസ്ത്യാനിയാണ്, പക്ഷേ ക്രിസ്ത്യാനിയല്ല. ഈ പഴയ ഒരു സിനിമയിൽ സൈനുദ്ദീൻ പറയും, ഷേർഷായ്ക്ക് ജാതിയില്ല മതമില്ല പക്ഷേ മുസ്ലിമാണ് എന്ന് പറഞ്ഞതുപോലെ സണ്ണി കപികാടിന് ജാതിയില്ല മതമില്ല, ആക്ടിവിസ്റ്റാണ്, പക്ഷേ ക്രിസ്ത്യാനിയാണ്. ഉദ്യോഗം കിട്ടുവാനായിട്ട് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വന്നയാളുമാണ്. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാൻ പറയുന്നതല്ല. കാലാകാലങ്ങളായി ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു പ്രശസ്തി എങ്ങനെയെങ്കിലും ഉണ്ടാകണമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആഗ്രഹത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുവാൻ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹിന്ദുമതമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ലക്ഷ്യം. അദ്ദേഹം സ്ഥിരമായി വിമർശിക്കുന്നത് ഹിന്ദുമതത്തെയാണ്. അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഒരു പുതിയ വിവാദവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. മുൻപ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം കുറച്ചു കാലം അലഞ്ഞു നടന്നിരുന്നു. അത് ലഭിച്ചില്ല. അവരദ്ദേഹത്തെ ഒരു കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വലിയ സ്വീകരണങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഈ പരിപാടി തുടങ്ങിയത് തന്നെ എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളും അദ്ദേഹത്തെ അറിയാവുന്നവരും നമ്മളോട് പറയുന്നത്. പിന്നീട് ഈ ഒരു ജിഹാദികളുടെ ആവാസ വ്യവസ്ഥ അദ്ദേഹത്തെ താങ്ങി നിർത്തി തുടങ്ങിയപ്പോൾ ഈ പരിപാടി ലാഭമുള്ളൊരു ഇടപാടാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് വേണം നമുക്ക് കരുതുവാൻ. കാരണം അദ്ദേഹത്തിന് ജീവിച്ചു പോകണമല്ലോ. ഉദരനിമിത്തം ബഹുകൃത വേഷം എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു തത്വം ഇത്തരക്കാരെ സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ വിവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരു ആവശ്യവുമില്ലാതെ ഒരു പ്രസ്താവന, മാളികപ്പുറത്തമ്മയെ നേരിട്ട് കണ്ടാൽ അയ്യപ്പൻ ബലാത്സംഗ വീരനാകും. അടിസ്ഥാനപരമായിട്ട് ഈ മാളികപ്പുറത്തമ്മ എന്ന അദ്ദേഹത്തെ ആരും പേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ സ്ത്രീകൾക്ക് അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും അത്തരത്തിലുള്ള പേരുകാരുണ്ടോ? അയ്യപ്പൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അയൽവാസിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഉദ്ദേശിച്ചത് ശബരിമല ശ്രീ അയ്യപ്പനെ തന്നെയാണ്, അയ്യപ്പസ്വാമിയെ തന്നെയാണെന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. ഈ പ്രസ്താവനയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ പ്രസ്താവനയെക്കുറിച്ച് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായ KP ശശികല ടീച്ചർ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവോണ ദിനമായതുകൊണ്ട് ടീച്ചറിൻ്റെ ഒരു ബൈറ്റ് നമ്മൾ എടുത്തിട്ടില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ടീച്ചറുമായി തന്നെ നമുക്ക് വിശദമായി നാളെ സംസാരിക്കാം, ടീച്ചറിൻ്റെ സമയമനുസരിച്ച്. അപ്പോൾ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ പ്രേക്ഷകരെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ സണ്ണി കപികാട് ഈ പറഞ്ഞ പരാമർശത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും വാർത്ത വന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ടീച്ചർ ആ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാട്ടിലെ കവികൾക്ക് എന്തും ചെയ്യാം, പക്ഷേ നമുക്ക് എറിഞ്ഞോടിക്കാൻ പറ്റില്ലല്ലോ. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നമ്മളാകില്ലേ പ്രതി? മാത്രമല്ല, കൈകാര്യം ചെയ്യപ്പെട്ടാൽ ആൾ ചുളിവിൽ ഫേമസ് ആയി പോകും. നമുക്ക് ക്ഷമിക്കാം. നമുക്ക് ചെയ്യാവുന്ന ഒന്നുണ്ട്. ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക, നന്നായി ശരണം വിളിക്കുക, അതിനുശേഷം അതിൽ പരാതി എഴുതി വേണ്ട തെളിവോടുകൂടി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. ഇപ്പോഴേ ധാരാളം പേർ കൊടുത്തു കഴിഞ്ഞു. അയ്യപ്പൻ മലയാളിയുടെ മാത്രമല്ല, കേരളത്തിൻ്റേത് മാത്രമല്ല. അതുകൊണ്ട് കേരളത്തിന് വെളിയിലുള്ളവർ മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. പേപ്പർ എടുക്കൂ, പരാതി എഴുതൂ, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കൂ. പോലീസുകാർ മടിക്കുകയാണെങ്കിൽ കാത്തു നിൽക്കാം, നമുക്ക് കോടതിയെ സമീപിക്കാം. ഇത്രയും വളരെ സംക്ഷിപ്തമായൊരു കുറിപ്പാണ്. വളരെ വ്യക്തമായി തന്നെ ടീച്ചർ എന്താണ് ഇക്കാര്യത്തിൽ ഒരു വിശ്വാസി കൈക്കൊള്ളേണ്ട നടപടി എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സണ്ണി കപികാടിനെ അധിക്ഷേപിക്കുവാനോ അസഭ്യം പറയുവാനോ ഒന്നും പോകാതെ ഒരു വെള്ളക്കടലാസിൽ ശരണം വിളിച്ചതിന് ശേഷം വ്യക്തമായി ഈ സംഭവത്തിൻ്റെ തെളിവുകൾ സഹിതം പരാതികൾ എഴുതി അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. പോലീസുകാർ പരാതി സ്വീകരിക്കുവാൻ മടി കാണിച്ചാൽ കോടതിയെ സമീപിക്കുക. നിയമസഭാ സഹായം ചെയ്യുവാനായി BJPയും ഹിന്ദു സംഘടനകളും രംഗത്തുണ്ടാകും. മടിക്കാതെ ഇത്തരക്കാർക്കെതിരെ നിയമപരമായി തന്നെ നീങ്ങണമെന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞതുപോലെ ഇതിൻ്റെ പരിഹാരം. കാരണം കോടതി കയറി ഇറങ്ങി ശരിക്കും ഭാരതത്തിന് ുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇതിനു വേണ്ടിയിട്ട് കേസ് കൊടുക്കാം. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലൊക്കെ കേസ് കൊടുത്താൽ ഇതിന് നല്ല പ്രതികരണമുണ്ടാകും. അവിടുത്തെ സർക്കാരും പോലീസുകാരും ആന്ധ്രക്കാരും തമിഴ്നാട്ടുകാരും അയ്യപ്പൻ്റെ വലിയ ഭക്തന്മാരാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് സംബന്ധിച്ച് കേസ് കൊടുക്കുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. കാരണം അവിടെ ഭരിക്കുന്നത് ജോസഫ് വിജയ് ആണല്ലോ. അടിസ്ഥാനപരമായിട്ട് എനിക്കുണ്ടേലെന്നാ എനിക്കില്ലേലെന്നാ എന്നെ കർത്താവ് നോക്കിക്കൊള്ളും എന്ന സണ്ണി കപികാടിൻ്റെ സ്വന്തക്കാർ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ആന്ധ്രാപ്രദേശിലുള്ളവരും ഇതിനെതിരെ കേസ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി ഒന്ന് ചിന്തിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഈ സണ്ണി കപികാടിനെ പോലുള്ളവർ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഹിന്ദുമതത്തിനെ മാത്രം ലക്ഷ്യം വെച്ച് ഇത്തരം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ ചുറ്റിത്തിരിയുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രേക്ഷകർ ഗൗരവമായി ഒന്ന് ചിന്തിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർ മറ്റൊരു മതത്തെയും വിമർശിക്കുവാനുള്ള
എന്തെങ്കിലും വസ്തുതകൾ അവതയിൽ ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ഒരു കാര്യവുമില്ല? വിമർശന വിധേയമായ ഒന്നും തന്നെ ഈ സെമിറ്റിക് മതങ്ങളിലില്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആ മതങ്ങളെ വിമർശിച്ചാൽ, ഒന്ന് ക്രിസ്ത്യൻ മതത്തെ സണ്ണി കവിക്കാട് വിമർശിച്ചാൽ അടിസ്ഥാനപരമായിട്ട് അവശ്യ ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും ആ സ്ഥാനത്ത് നിന്ന് അവരെ ഈ പെന്തക്കോസ്തുകാരോ പള്ളിക്കാരോ ആരാണോ അയാളുടെ പിന്നിലുള്ളത് അവർ അയാളെ ചവിട്ടിപ്പുറത്താക്കും. ജിഹാദികളെ വിമർശിച്ചാൽ, ഇസ്ലാം മതത്തിനെ വിമർശിച്ചാൽ കയ്യും കാലുമില്ലാതെ തന്നെ കാണുവാനായിട്ട്, കണ്ണാടിയിലൊക്കെ കാണുവാനായിട്ട് വലിയ വൃത്തികേടായിരിക്കും എന്ന് സണ്ണി കവിക്കാടിന് നല്ലതുപോലെ അറിയാം. പിന്നീടുള്ളത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ ഒരിക്കലും വല്ലപ്പോഴും ഉന്തും തള്ളുമൊക്കെ ചിലരുമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ശിവസ്വാമിക്ക് ഒരിക്കലൊരു കീറ് മിസ്സായിപ്പോയി. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും എന്ന് പറയുന്നത് പോലെ അധികം ഒന്നുമില്ലാതെ ഒന്നോ രണ്ടോ ഒക്കെ നടന്നിട്ടുണ്ടെന്നുള്ളതിനപ്പുറം ഹിന്ദുക്കളാരും അയ്യപ്പനെക്കുറിച്ച് ഇത്തരത്തിൽ അധിക്ഷേപകരമായിട്ടുള്ളൊരു പരാമർശം നടത്തി എന്നതിൻ്റെ പേരിൽ സണ്ണി കവിക്കാടിനെ ചുവരിൽ ചേർത്ത് നിർത്തി ഇടി കൊടുക്കാൻ പോകുന്നില്ല. അത് സണ്ണി കവിക്കാടിനറിയാം. ഹിന്ദുക്കൾക്കറിയില്ലെങ്കിൽ പോലും സണ്ണി കവിക്കാടിന് അത് വ്യക്തമായിട്ടറിയാം. അത് ഹിന്ദുക്കൾ പോഴന്മാരായതുകൊണ്ടോ മൊണ്ണകളായതുകൊണ്ടോ അല്ല. നമ്മുടെ സംസ്കാരം തന്നെ അങ്ങനെയാണ്. അത് വലിയ ഭാരമായിട്ടും വലിയൊരു ബാധ്യതയായിട്ടും ഇക്കാലത്ത് മാറുന്നുണ്ട്. നമ്മുടെ സംസ്കാരം ഇത്തരത്തിലുള്ള സംവാദങ്ങൾ, അതായത് അധിക്ഷേപത്തിലേക്ക് കടന്നാൽ പോലും അതിന് മറുപടി വാക്കുകളിലൂടെ നൽകുക എന്നുള്ളതാണ്. മറുപടി അസഭ്യത്തിലൂടെയല്ല, വാക്കുകളിലൂടെ, ആശയങ്ങളിലൂടെ നൽകുക എന്നുള്ളതാണ് ഹൈന്ദവ സംസ്കാരം, സനാതന സംസ്കാരം, ഭാരതീയ പൈതൃകവും ഭാരതീയ സംസ്കാരവും. അത്തരത്തിലുള്ള സംസ്കാരങ്ങളെല്ലാം സണ്ണി കവിക്കാടിന് ജന്മന അന്യമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും വാക്കുകളും നമ്മളോട് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ള രീതിയിൽ ഏതൊക്കെയോ വൈദേശിക രക്തമാണ്, അല്ലെങ്കിൽ സംസ്കാരമാണ്, പൈതൃകമാണ് എന്ന് സംശയിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ സംശയിക്കത്തക്ക തരത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ നമ്മുടെ മുൻപിൽ തെളിവുകളായി നിരവധിയുണ്ട്. വീണ്ടും ശശികല ടീച്ചറിലേക്ക് തിരിച്ചു വന്നാൽ, അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളുമായി വഷളനായി നടക്കുന്ന സണ്ണി കവിക്കാടിനെ ചുവരിൽ ചേർത്ത് വെച്ച് ഇടിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ നിന്ന് മാറ്റി ടീച്ചർ പറഞ്ഞതുപോലെ ഒരു വെള്ളക്കടലാസ് എടുക്കൂ, ശരണം വിളിക്കൂ, കവിക്കാടിനെതിരെ പരാതി നൽകൂ. കവിക്കാട് കുറച്ചു കാലം പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ കയറി ഇറങ്ങി ഒന്ന് നടക്കട്ടെ. കാരണം ഇത് സമുദ്ധായോദ്ധാരണത്തിലാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. ഉദ്ധരിക്കുവാനായിട്ട് അത്തരം ചില കഷ്ടപ്പാടുകളും അദ്ദേഹം അനുഭവിക്കട്ടെ. അല്ലാതെ എല്ലാ സമയവും ജിഹാദികൾ നൽകുന്ന സുലൈമാനിയും ബിരിയാണിയും, അല്ലെങ്കിൽ ബിരിയാണിയും സുലൈമാനിയും ആ ഓർഡറിൽ ആവശ്യം കഴിയുമ്പോഴാണല്ലോ. തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം അവർക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് ബിരിയാണിയും, അത് കഴിഞ്ഞാൽ സുലൈമാനിയും എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു രീതി എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം ജിഹാദികളുടെ ഈ വലയത്തിൽപ്പെട്ട് അതിൽ നിന്ന് പുറത്തു ചാടാൻ കഴിയാതെ ഇപ്പോൾ വിഷമിക്കുന്ന പലരും, അത് കോപ്പിയടി ടീച്ചറാകട്ടെ സണ്ണി കവിക്കാടാകട്ടെ, അവരെല്ലാം കഥനകഥകൾ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുമ്പോൾ ആദ്യം ബിരിയാണി സുലൈമാനി, അതാണ് ഒരു ഓർഡർ പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ള എപ്പോഴും അങ്ങനെ സുഖിച്ച് ബിരിയാണിയും കഴിച്ച് സുലൈമാനിയും കുടിച്ച് നടക്കാതെ വല്ലപ്പോഴുമൊക്കെ പോലീസ് സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങി ആ ബിരിയാണിയുടെ കൊഴുപ്പൊന്ന് കുറയട്ടെ. അതുകൊണ്ട് പരാതികൾ ഏറെ പോകട്ടെ, ഒരുപാട് പോകട്ടെ, നൂറുകണക്കിന് പരാതികൾ പോകട്ടെ, കേസെടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലീസ് എത്തട്ടെ. ഇനി പോലീസ് ഏതെങ്കിലും തരത്തിൽ അതിനെയെല്ലാം, ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് കേസെടുക്കുന്നതിന് വിസമ്മതിച്ചാൽ കോടതികളുണ്ടല്ലോ, കോടതികളും കയറ്റി ഇറക്കാം നമുക്ക്. എന്തായാലും സണ്ണി കവിക്കാടിനെ നമുക്കൊരു 6 പാക്ക് ആക്കി എടുക്കണം, ഈ കൊഴുപ്പൊക്കെ ഒന്ന് കുറച്ച്. അതാണ് ശശികല ടീച്ചർ പറഞ്ഞതിൻ്റെ എൻ്റെ വ്യാഖ്യാനം. ആ ശശികല ടീച്ചറിൻ്റെ കുറിപ്പിൻ്റെ, ശശികല ടീച്ചറിൻ്റെ അഭിപ്രായത്തെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വ്യാഖ്യാനം. പ്രേക്ഷകരുടെ വ്യാഖ്യാനങ്ങളും അഭിപ്രായങ്ങളും ഈ വിഷയത്തിൽ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. കമൻറ്റുകളിലൂടെ അവ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.